നൂറ ആദില ബിഗ് ബോസിലെ LGBT കപ്പിൾ ഇവര് മലബാർ ഗോൾഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ഫൈസൽ എക്കയുടെ വീട്ടിലെ ഹൗസ് വാമിങ്ങിന് പോയപ്പോൾ റിജക്ട് ചെയ്യാൻ എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടാണ് സമൂഹം ഇപ്പോഴും ഇത്തരത്തിലുള്ള LGBT കപ്പിളുകളെ അംഗീകരിക്കാത്തത്? ഇതുപോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്യും. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് നമ്മൾ കുറെ കാലങ്ങളായിട്ട് വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം പേടിയുള്ള കാര്യമാണ്. അത് മാറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് അത് സമൂഹത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന പോലെയാണ് സമൂഹം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഈ രണ്ട് കുട്ടികളെ അവിടെ വിളിച്ചു വരുത്തിയതിനു ശേഷം പിന്നെ അടുത്ത ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത്. വർഷങ്ങളായിട്ട് നമ്മളെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ പറയുന്ന LGBT എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ക്രിമിനൽസ് ആണ്, അല്ലെങ്കിൽ അവര് മോശപ്പെട്ട ആൾക്കാരാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല പ്രകൃതിയിൽ എന്ന് വിശ്വസിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസമാണ് നമ്മളെ ഇപ്പോഴും ആൾക്കാർക്കെതിരെ പറയാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നത്. ശരി, എന്താണെന്ന് അറിയാമോ? ഹിസ്റ്റോറിക്കലി എടുത്തു കഴിഞ്ഞാൽ ഈ LGBT കപ്പിൾ ആ കാലഘട്ടത്തിലും നിലനിന്നിട്ടുണ്ട്. ആങ്ഷ്യസ് ഇന്ത്യൻ ബുക്ക് ആയിട്ടുള്ള കാമസൂത്രയിൽ ഖജറാഹോ എന്നൊരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്. സെയിം ജെൻഡറിലുള്ള ആൾക്കാരോട് സെക്ഷൽ അട്രാക്ഷൻ കാണിക്കുന്ന വ്യക്തിയാണ്. രാജ്യങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേയുള്ള കൾച്ചറുകളിൽ ഈ തേർഡ് ജനറേഷനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഹിസ്റ്ററി നമുക്ക് കാണിച്ചു തരുന്ന വെച്ചാൽ പണ്ട് കാലം തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ അംഗീകരിക്കാത്തത്? LGBTQ എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, അല്ലെങ്കിൽ ഒരു ഡിസോർഡർ അല്ല, അല്ലെങ്കിൽ ഒരു ചോയ്സ് അല്ല എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇന്ത്യൻ സൈക്കാട്രിക് അസോസിയേഷൻ, അമേരിക്കാട്രിക് അസോസിയേഷൻ എന്നിങ്ങനെ മേജർ സയന്റിഫിക് ബോഡീസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇതൊരു അസുഖമാണെന്നും ഇതിന് ചികിത്സ വേണമെന്നും ചിന്തിച്ചിരുന്ന സമൂഹം ഇത് അസുഖമല്ല, ഇത് ബയോളജിക്കലി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നീലക്കണ്ണുള്ള മനുഷ്യൻ, വലത് കൈകൊണ്ട് എഴുതുന്ന മനുഷ്യൻ, അതുപോലെ മനുഷ്യനുള്ള ഒരു വെറൈറ്റി മാത്രമാണ് ഈ LGBTQ എന്ന് സയൻസ് പറയുന്നു. പക്ഷേ മെജോറിറ്റി മനുഷ്യന്മാർ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിന് എതിരെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കൂ എന്നുള്ള പേടി കൊണ്ടാണ് ഇതിൽ സയന്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടെന്നെങ്കിൽ പോലും നമ്മൾ മനുഷ്യന്മാരെ ഇത്തരം കാര്യത്തിൽ റിജക്ട് ചെയ്യുന്നത്. മനുഷ്യന്റെ സെക്ഷൽ ഓറിയന്റേഷൻ ഷേപ്പ് ചെയ്യുന്നത് അവന്റെ ജെനറ്റിക്കും പാരന്റൽ ഹോർമോണും നാച്ചുറൽ വേരിയേഷൻ ബ്രെയിനും ഒക്കെയാണ് അവന്റെ സെക്ഷൽ ഓറിയന്റേഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഇത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്, അല്ലാതെ ഇതൊരു ചോയ്സ് ആയിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ ഇതൊരു ഡിസീസ് ആയിട്ട് വരുന്നതോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗേ ആയിട്ടുള്ള ഒരു ആൺകുട്ടിയുടെ ബ്രെയിന് നമ്മൾ ഇമാജിൻ സ്റ്റഡി നടത്തുന്ന സമയത്ത് ഹൈപ്പോതലാമസിലെ INA3 റീജിയൻ ട്രേഡ് മൂവ്മെന്റ് അതേ റിസംബ്ലിംഗ് ആണ് കാണിക്കുന്നത്. ഇതൊക്കെ തരുന്ന സൂചന എന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് സമൂഹത്തിൽ ഇവർ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. മെജോറിറ്റി സമൂഹം പേടിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ ഇതിനെ അംഗീകരിക്കാണ്ടിരിക്കുന്നത് ശരിയില്ലാത്ത കാര്യമാണ്. അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കണം ഉള്ളത്. അവർക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അവരെ തെറ്റുകൊണ്ടല്ല, അവരെ ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കി അതിന് അംഗീകരിക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി. LGBTQ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക.